കൂട്ടുന്ന അവർക്ക് അവന് പത്തിരി എടുത്തിട്ട് കൊടുക്കാം അവനടുത്ത പത്തിരി നല്ല കുട്ടി വേഗം കഴിച്ചു എത്ര വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നോമ്പാണ്, എല്ലാവരും നോമ്പ് വെച്ചിട്ടുണ്ട്. ഹസുട്ടി നോമ്പ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഹസുട്ടി നമ്മളെ മുന്നിൽ നിന്നതാ ഡ്രിങ്കൊക്കെ കുടിക്കട്ടെ. എന്താ കുടിക്കുന്നത് സോ? ലിച്ച് കുടിച്ച് നമ്മൾ കൊതിപ്പിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അവന് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ടത്. അപ്പോൾ നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ട്. അവനിപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് മേലോട്ട് വന്നതാണ് നമ്മളെ റൂമൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മുഹറം 10 നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും നമ്മളെ കുറച്ച് റെസിപ്പികളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരെന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അല്ലേ, പസുട്ടി പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ അടുക്കളയ്ക്ക് പോകേണ്ടിയിട്ട് നിൽക്കുകയാണ്. പത്തിരി പണിക്കൊക്കെ ആയിട്ടുണ്ട്. ഹസുട്ടിക്ക് ഇതെല്ലാം കൊടുത്ത് അവനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവില്ലേ, കിച്ചണിക്ക് പോവില്ലേ? വാ. അപ്പോൾ പത്തിരി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ബീഫുണ്ട്, അതുപോലെ തന്നെ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട്. ബീഫ് കറി വെക്കുക, ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ള ഉപ്പട്ടോ. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. എന്തൊക്കെയെന്ന് ചോദിച്ചാൽ കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടിയിട്ടുണ്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഉമ്മ ഇതാ നമ്മുടെ പത്തിരി ഇതാ ബോൾസാക്കി എനിക്ക് തരാറാണ്. പിന്നെ പരത്തുന്ന പണി എനിക്കാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളതുകൊണ്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളെ പരിപാടി കഴിയട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയാണ് മെയിൻ സംഭവം കേട്ടോ. കരിവേപ്പിൻ്റെ ഇല നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഹസുട്ടി അതിൻ്റെ ഇടതാ ബീഫ് കറിക്ക് ഞാൻ മുളകും പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്, ഞാൻ കിച്ചണിൽ വന്നിട്ട് എനിക്ക് പത്തിരി പരത്തണം അല്ലെങ്കിൽ പത്തിരി ചുടണം അങ്ങനെയൊക്കെ ഓരോന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്കിതാ അവനാണ് പൊടികളൊക്കെ ഇട്ട് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഉമ്മ ബീഫ് വറുത്തരക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ നേരത്തെ കൂട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇതാ ഉമ്മ ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ബീഫ് കറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് ഉമ്മ കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുള്ളൂ. അതിന് ശേഷം നല്ല രീതിയിൽ വേവിച്ചതിന് ശേഷം നമ്മൾ വറുത്തരച്ച് കറി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. ഒരുപാട് സംഭവമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ 3 പേര് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി ചുട്ടിട്ടുണ്ട്. പത്തിരി കുറച്ചല്ല ചുട്ടെടുത്തിട്ടില്ല, കാരണം നമ്മൾ നൈറ്റിൽ ഒരുപാടൊന്നും കഴിക്കൂലല്ലോ. പിറ്റേ ദിവസം നോമ്പും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് പത്തിരി എന്നാ നല്ല കുട്ടി വേഗം കഴിച്ചു. എത്ര ഇപ്പം നോമ്പറിഞ്ഞോ? ഇനി ഒന്നുകൂടി നോൽക്കണം അല്ലേ? നോമ്പറക്കട്ടെ ഗൈസ്. പിന്നെ ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡയറ്റിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഫ്രൂട്ട്സിൻ്റെ സാലഡ് ഉണ്ടാക്കാനും പിന്നെ ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോബസ്റ്റ് പായ എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്, മാംഗോ എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ടൈമിൽ നമ്മുടെ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു, കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവർ പൊടി ആ ഒരു മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി ഇട്ടിട്ടാണ് നമ്മളിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഉമ്മതാ പത്തിരി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മാംഗോയും ഗ്രീൻ ആപ്പിളും നമ്മുടെ റോബസ്റ്റ് പായ എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും ബ്രെഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോമ്പറിക്കുന്ന ടൈമിൽ. പിന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളതെല്ലാം വെച്ചിട്ട് ഞാനൊരു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ കക്കേരിക്കും അതുപോലെ തന്നെ റോബസ്റ്റ് പാഴയും ഗ്രീൻ ആപ്പിളും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിക്കുകയാണ്. മധുരം ഇടാതെയാണ് ഞാൻ അടിച്ചെടുക്കുന്നത്, പക്ഷേ മധുരം ഇട്ട് നിങ്ങൾ അടിച്ച് നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഈ ഒരു മിക്സ് ജ്യൂസ് ഇട്ട്. പിന്നെ അതിലേക്ക് ഞാൻ ബ്ലാക്ക് സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഡയറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഫുഡിലും ഞാനിത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ട് പഞ്ചസാര ഇല്ലാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബീഫ് കറി വറുത്തരക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ ഞാൻ ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇന്നിങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബീഫ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു തലക്കൽ നമ്മുടെ ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ലൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇപ്പോൾ കഴിക്കൽ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതലുകൊണ്ടാണ് തോന്നുന്നത് നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചെടുക്കണം. അപ്പോൾ ഇൻഷാല്ലാ അതിന് വേണ്ടിയിട്ടുള്ള ഡയറ്റിംഗ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഓരോ നമ്മളെ വീഡിയോയിൽ ഞാൻ ഡയറ്റിങ്ങിൻ്റെ ഇതൊക്കെ വിടാം കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസാണ്. ഞാനിതിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ബ്ലാക്ക് സീഡാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് പാലിൽ മാത്രം അടിച്ചെടുത്താണ് ഒരു 2-3 ഗ്ലാസ് കുടിക്കുക എന്നുള്ള ലെവലിൽ അങ്ങനെയാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഇതാ ക്രിസ്പി ആക്കാം. അതുപോലെ തന്നെ നോർമലി ഒരു കുക്കാക്കാം കേട്ടോ. അപ്പോൾ ഹസുട്ടിക്ക് ഇവിടെ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഇതിൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി. പിന്നെ നമ്മുടെ ബീഫ് ഇതാ വറുത്തരച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാങ്ക് കൊടുത്ത് എല്ലാം ടേബിളിൽ ഇങ്ങനെ സെറ്റാക്കി ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാവരും നോമ്പ് തുറന്ന്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനലിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ വരുന്നത് തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ടേബിളിൽ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും എല്ലാവരും ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അടുത്തൊരു വീഡിയോ തന്നെ ബൈ.